ആഴ്ച വളരെ ട്രമറ്റൈസ്ഡ് ആയിട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ട്രമറ്റൈസ്ഡാണ്. സോ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അസൈൻമെൻറ്റ് നമുക്ക് നമ്മളോട് സംസാരിച്ചപ്പോൾ അവന് മനസ്സിലായത് ഇങ്ങനെ ഒരു ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അന്ന് തന്നെ നമുക്കൊരു SIT രൂപീകരിച്ച് വുമൻ പോലീസ് ഓഫീസേഴ്സാണ് ഇനിഷ്യലി ഇട്ട് പിന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വളരെ ഡിസ്ക്രീറ്റായിട്ട് നമുക്ക് കുറേ വെരിഫിക്കേഷനും ചെയ്യാനുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചില ആൾറെഡി നോൺ കേസിലുള്ള ആൾക്കാരുടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറേ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ മുൻകൂട്ടി പോയത്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വുമൻ എസ്പെഷ്യലി ഇൻ വർക്ക് പ്ലേസ്. ബിക്കോസ് ആൾറെഡി 2 കേസ് ഉണ്ടായിരുന്നതും ഒന്ന് 377 ആയിരുന്നു, ഒന്ന് 354 ആയിരുന്നു. ആ 2 കേസിലെയും കേസ് അതൊരു റീസണിൽ കോഷായി പോയതാണ്. ഇത് വളരെ റീസെൻ്റ് ആയിട്ടുള്ളതാണ്. അവരുടെ ബിഗ് ചാലഞ്ച് വാസ് ടു കീപ് ദി confidentiality of the whole thing and the keeping the identity of the victim. The preliminary evidence collection പ്രിലിമിനറി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു അഫൻസ് നടന്നിട്ടുണ്ടോ സ്ഥലമുണ്ടോ അത് കൺഫേം ചെയ്ത് പിന്നെ ഞങ്ങൾ മുൻകൂട്ടി നിൽക്കും. ജനങ്ങളിൽ കേസ് എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഭാഗത്ത് അല്ല നമുക്ക് 2 ദിവസമായിട്ട് നമുക്ക് ഫോളോ ചെയ്തത്. പിന്നെ ആൾ ഇൻഡിക്കേഷൻസ് ആർ അദ്ദേഹം ഇവിടെ നിന്ന് മാറാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് മാറാൻ ശ്രമിക്കുകയായിരുന്നു. അല്ല, അതാണ് എന്നോട് ഇൻഡിക്കേഷൻസ്. അത് ഈ പരാതിയിൽ നമുക്കറിയാം, പറയാൻ കഴിയില്ല എങ്കിലും എന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്? എന്താണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പീഡനം? എന്താണ് അല്ല, നിങ്ങൾ ചില കാര്യങ്ങൾ ഒന്ന് ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പം തന്നെ വിക്ടിം കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. ഇതിൽ ഒരു കാര്യം എന്താ നോക്കുന്നുണ്ടെങ്കിൽ ആ വിക്ടിം വാസ് ഹൈലി ട്രമാറ്റൈസ്ഡ്. ഓക്കെ, സോ ഇറ്റ് വാസ് എ ഷോക്ക് ടു ദ വിക്ടിം. സോ അവർക്ക് ഷോക്ക് ആയതുകൊണ്ട് പിന്നെ കൗൺസിലിങ്ങും സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റൊക്കെ പോയിട്ട് വളരെ ലേറ്റായിട്ട് ഒരു കോൺഫിഡൻഷ്യൽ വന്നപ്പിന്നാണ് വന്നത്. നമുക്കിവിടെ വന്നപ്പോൾ തന്നെ വളരെ കരഞ്ഞുകൊണ്ടും അവർക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്തെങ്കിലും അവർ എഴുത്ത് നിൽക്കുന്നത് ഒരു വലിയ ആളാണെങ്கிறது കൊണ്ട് നേരത്തെ ഒരു അത്തനോട് പോയിട്ടില്ല എങ്கிறது ഒരു ഇതുകൊണ്ട് പിന്നെ അവരുടെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അത് അവിടുത്തെ ആഭ്യന്തര സമിതികൾ ഉണ്ടാവുമല്ലോ വർക്കിംഗ് പ്ലേസിലെ ICCക്ക് പരാതി കൊടുത്തതായിട്ട് അറിവുണ്ടോ? അല്ല, അത് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഞാൻ എപ്പൊക്കെ എന്തൊക്കെ പറയരുതുണ്ടോ ഇത് ഈ സ്ഥലത്തിൽ നിൽക്കാൻ പോലുള്ള കേസല്ല. സോ ഇത് ഇറ്റ് വിൽ ഗോ അപ്പ്. സോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. അതോടൊപ്പം തന്നെ എവിഡൻസ് വി ആർ ഇൻ ദ കളക്ഷൻ. എവിഡൻസ് കളക്ഷൻ നമുക്ക് ഒരു പ്രതി അറസ്റ്റ് ചെയ്ത പിന്നെ നിയമത്തിൽ തന്നെ 60 days 90 days ഉണ്ട്. അത് മാക്സിമം ഉള്ള എവിഡൻസ് കളക്ട് ചെയ്തിട്ട് മുൻകൂട്ടി. അതോടൊപ്പം തന്നെ ഈ പരാതിയിലെ മറ്റൊരു കാര്യം പറയുന്നത് ഇയാൾക്ക് കാരവാനിലേക്ക് മറ്റാരും വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ പുറത്ത് കാവൽ നിന്നെന്ന് പറയുന്നത് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഞങ്ങളിപ്പോൾ ഒന്നും പറയില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറഞ്ഞെങ്കിലും അത് ഈ അന്വേഷണത്തെ ബാധിക്കൂടാ. പറഞ്ഞല്ലോ ഇവിടെ ഈ കേസ് നിൽക്കില്ല അന്വേഷണം എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള കൂടുതൽ പരാതി വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഈ പ്രതിക്കെതിരെ? അല്ല, അത് നമുക്ക് വി കാൺ കമന്റ് ഓൺ ദാറ്റ്. നമുക്ക് പറയാൻ പറ്റില്ല. കസ്റ്റഡി ആവശ്യപ്പെടും, ആവശ്യനുസരിച്ച്. പിന്നെ എന്നോട് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. വിക്ടിമോ എക്സ്പ്ലോയിഡ് ആർ എക്സ്പോസ് തരக்கூடிய രീതിയിൽ യാതൊരു ഇൻഫർമേഷനും കൊടുക്കില്ല. അല്ലെങ്കിൽ ചില ചർച്ചകളിൽ ചില ആൾക്കാർ സംസാരിച്ചത് കണ്ടത് ഇവിടെ ഫാമിലി ആരാണ് അങ്ങനെയൊക്കെ പോയാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു ഐഡൻറ്റിഫൈ. സോ ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വുമൻ. എസ്പെഷ്യലി അവർ ഒരു വർക്കിംഗ് പ്ലേസിലെയാണ്, വളരെ കോൺഫിഡൻഷ്യലായിട്ട് ജോലി ചെയ്യக்கூடிய ഒരു ഗുരു പോലെ കാണக்கூடிய ആളാണ്. അത് പറഞ്ഞതാണ്. അങ്ങനെ ഒരു സ്ഥലത്തിലുണ്ടാകുന്ന യാതൊരു രീതിയിലും അക്സെപ്റ്റബിൾ അല്ല അലിഗേഷൻ. പിന്നെ നമുക്കുള്ള നിലവിലുള്ള എവിഡൻസ് വെച്ചിട്ട് നമുക്ക് അറസ്റ്റോട് മുൻപോട്ട് പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് കഴിഞ്ഞ ആഴ്ച 28. അതിനുശേഷമുള്ള അന്വേഷണത്തിലെ നമ്മുടെ ഒരു കണ്ടെത്തൽ എങ്ങനെയായിരുന്നു സാർ? അതായത് നമ്മൾ കിട്ടുന്നു, പിന്നീടുള്ള നീക്കം പോലീസിൻ്റെ എങ്ങനെയായിരുന്നു? അല്ല, നമുക്ക് SIT രൂപീകരിച്ച് അതിൽ ഇറ്റ് ഈസ് ഹെവിലി ഡോമിനേറ്റഡ് ബൈ ദി വുമൻ SI വുമൻ കോൺസ്റ്റബിൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അവർ തന്നെ ചെയ്തത്. അത് ചുമതല വഹിക്കുന്നത് SITയും DCP മാഡമാണ്, അശ്വതി. സോ നമുക്ക് എല്ലാവരുടെ ശ്രമവും ഉണ്ടാകും കൺവിക്ഷനിക്ക് എത്താൻ ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത്. നിങ്ങളിൽ മനസ്സിലായിട്ടില്ല. അല്ല, അങ്ങനെ ഒന്നും ഇപ്പം കമന്റ് ചെയ്യില്ല. അങ്ങനെ ഒന്നും കൂടുതൽ പ്രതികൾ ഇതിലുണ്ടാവുമോ? അതായത് അത് നമുക്ക് അതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അതിൽ വെറുതെ
താങ്ക് യു. ഈ പരാതി ഒരാഴ്ച മുൻപ് ലഭിച്ചതാണ്. ഒരാഴ്ച മുൻപ് തന്നെ പ്രത്യേക അന്വേഷണത്തിന് ഉപയോഗിച്ചു. അങ്ങേക്കാണ് അതിൻ്റെ ചുമതല എന്ന് പറഞ്ഞത്. എന്തായിരുന്നു മാഡം നമ്മുടെ ഒരു അന്വേഷണത്തിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡൻറ്റ് പിന്നെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. നമ്മൾ എത്ര പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചിട്ടുള്ളത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെല്ലാം? ഡിജിറ്റൽ തെളിവ് നമ്മൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. SIT ബേസിക്കലി ഞാൻ സൂപ്പർവിഷനാണ്. അപ്പം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉദയം പേരൂർ അദ്ദേഹമാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ബാക്കി 2 വനിതാ SIമാരുണ്ട്. ബാക്കി നമ്മുടെ ടീമുണ്ട്. മാഡം, വിക്ടിമിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കരുതെന്ന് ശ്രമം ഉണ്ടായിരുന്നു മാഡം? അതായത് ഈ കേസും പരാതിയായിട്ട് പോകരുത് എന്ന തരത്തിൽ ഇടപെടലുണ്ടായിരുന്നു? അത് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. പരാതിയിൽ അങ്ങനെയുണ്ട്? പരാതിയിൽ അങ്ങനെ ഇല്ല. നമ്മളത് നോക്കണം. കോൾസ് ഒക്കെ വന്നിട്ടുണ്ടാവും അവർക്ക്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ എടുക്കാനുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മാം ഇതിൽ? അതായത് ഇതിൽ ഇവരെ രക്ഷപ്പെടാനായിട്ട് സഹായിച്ചതും അല്ലെങ്കിൽ കേസ് എടുക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള ആളുകൾ വരാനുള്ള സാധ്യത പരിശോധന ഉണ്ടോ? അത് നമ്മൾ പരിശോധിക്കണം. ഇത് അത് കേസ് സംഭവം നടന്ന ആളുകൾ മുഴുവൻ അറിഞ്ഞു എന്നുള്ളത് പറഞ്ഞല്ലോ സാറ്. അപ്പോൾ അവിടെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അത് ആ പരാതി മറച്ചു വെച്ചു എന്നൊരു പ്രശ്നമുണ്ടോ ഇതിൽ? ഈ പ്രശ്നം മറച്ചു വെച്ചല്ലോ അറിഞ്ഞ ആളുകൾ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടോ അവിടെ? അത് നമ്മൾ നോക്കണം. സംഭവം ഇവർ പറഞ്ഞിട്ടുള്ള കുറേ വിറ്റ്നസ്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ ഇനി നമ്മൾ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കണ്ടിരുന്നു സാക്ഷികളൊക്കെ പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് സംബന്ധിച്ച് പ്രാഥമികമായി ഒരു കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു. ഇത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ആ സെറ്റിലുണ്ടായിരുന്ന വിറ്റ്നസിനെ നമ്മൾ ഇനി ചെയ്യാനുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വേണമെങ്കിൽ സ്ത്രീ സുരക്ഷ നിർദ്ദേശമുണ്ടായിരുന്നു. അത്തരം നിർദ്ദേശം ആ സെറ്റ് പാലിച്ചിരുന്നു? അതെ, അത് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. ബേസിക്കലി ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അത് ഫുള്ള് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. അവിടെ എന്തായിരുന്നു പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നത് ഇൻ പ്ലേസ്, ബാക്കി ഈ പറഞ്ഞ വിറ്റ്നസ്, ഇതെല്ലാം നമ്മൾ എടുക്കാനുണ്ട്. അതെ അതെ അതെ. അത് നമ്മളൊന്ന് നോക്കിയിട്ട് വേണം കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കാൻ. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. എന്തായിരിക്കും നമ്മളൊന്ന് എടുക്കാൻ? നമ്മൾ അതെ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് നമ്മൾ ഫയൽ ചെയ്യും. അത് കഴിഞ്ഞ പരിധിയിലാണ് സംഭവം. ഇല്ല, നമ്മളത് അതെ അതെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന് അത് ഓതറൈസ് ചെയ്യാവുന്നതാണ്. മാഡം, കേസെടുത്തതിന് ശേഷം ഇയാൾ രക്ഷപ്പെടാനുള്ള ഒരു നീക്കം എന്തായിരുന്നു മാഡം? നമ്മൾ പിന്നെ ഇടുക്കിയിൽ വെച്ചല്ലേ അറസ്റ്റ് ചെയ്തത്? എന്താണത് സംഭവിച്ചത്? നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ആണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ടീം ബേസിക്കലി ബാക്കി ജില്ലകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. രക്ഷപ്പെടാൻ സഹായിച്ച അങ്ങനെ ഒരു ഹാർബറിംഗ് അങ്ങനെ ഒരു എലമെന്റ് അത് വരും. അപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്താൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? ആളുടെ പ്രാഥമികമായിട്ടുള്ള ഇൻറ്ററോഗേഷൻ ആണ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഹെൽത്ത് കണ്ടീഷൻസും എല്ലാം പരിഗണിച്ച് ഇറ്റ് ഇസ് പെൻഡിങ്. ഫർദർ ക്വസ്റ്റ്യനിങ് പെൻഡിങ്. സഹകരിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ആരോഗ്യ പ്രശ്നം ആരോഗ്യനില എങ്ങനെയാണ്? ഇന്നലെ ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും ഒക്കെ വളരെ കൂടുതലായിരുന്നു. പിന്നെ ലിവർ കിഡ്നി സംബന്ധമായ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇദ്ദേഹത്തെ ഹാർബറിംഗ് ചെയ്യുന്നതിന് കൂടുതൽ അക്യൂസ്ഡ് വരാൻ സാധ്യത ആ ആംഗിളിൽ അല്ലേ? നോർമലി വരേണ്ടതാണ്. സോ വി വിൽ വെരിഫൈ. മുൻ കേസുകളൊക്കെ നമ്മൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാധാരണ ഇത്തരം ഈ ഹൈ പ്രൊഫൈൽ കേസുകളിൽ പലപ്പോഴും ഇത്തരം പ്രതികൾക്കൊക്കെ മുൻകൂർ ജാമ്യത്തിനുള്ളൊരു അവസരം പോലീസുകാർ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നുള്ള വിമർശനം ഒരുപാട് കേട്ടിട്ടുണ്ട് സമീപകാലത്തെ പോലീസ്. അപ്പോൾ ഇതിൽ അത്തരം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ളൊരു ബോധപൂർവമായ ശ്രമം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ അത് എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണ് അത് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കാറില്ല. അപ്പോൾ ഇന്നലെ തന്നെ ഒരു ഡിസ്ട്രിക്റ്റ് കടന്നെങ്കിൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ആർ നോട്ട് ട്രൈങ്. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന് എതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ? നമുക്ക് ഉള്ളത് 74 BNS ഉണ്ട്. ഇതെല്ലാം സെക്ഷുവൽ അസോൾട്ട് സെക്ഷൻസ് ആണ്.
75 BNS ഉണ്ട്. 75ൻ്റെ 1 ഉണ്ട്, 1 2 ഉണ്ട്. പിന്നെ ഉള്ളത് 79 ആണ്. 75 ബേസിക്കലി സെക്ഷൽ ഹറാസ്മെൻറ്റ്, 79 ഔട്ട്റേജിങ് മൊഡസ്റ്റി ഓഫ് വിമൻ, പിന്നെ 127 ഉണ്ട് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. എപ്പോഴെങ്കിലും ഇയാൾ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നല്ലേ? ഇന്നലെ തന്നെ അതെ നടത്തിയിരുന്നു. രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നല്ലേ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.